ഞാൻ കടയിൽ പോയി ബാക്കി സാധനം കൂടി മേടിച്ചിട്ട് വരാം. എന്തൊരു മഴയാണോ? അതെ അതെ. എടാ നമുക്ക് പോയാലോ? മഴയൊന്ന് കുറയട്ടാ. എടാ അതിന്റെ എക്സാം. അതിന് നിനക്കെന്നാ? നീ ഇവിടെ നിക്കടാ. അല്ലടാ അവളെ ഫേസ് ചെയ്യാൻ. ക്രിസ്റ്റഫറെ, എന്തോ? എടാ എനിക്ക് നിന്നോട് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കണമായിരുന്നു. എടാ നിനക്ക് സുഖമാണോടാ? സുഖമാടി, നിനക്കോ? ആ കുഴപ്പമില്ലടാ. ജീവിതത്തിലെടുത്ത പല തീരുമാനങ്ങളും തെറ്റായി പോയിന്ന് ഇപ്പൊ തോന്നുന്നു. എന്നാ പറ്റി? അന്നത്തെ ട്രെൻഡിനനുസരിച്ച് നീ താടിയും മീശയൊന്നും പഠിക്കാത്തത് കൊണ്ടല്ലേ ഞാൻ നിന്നെ തേച്ചത്. നീ പറഞ്ഞ പോലെ താടിയും മീശയും പഠിച്ചാ മതിയായിരുന്നു. അതുകൊണ്ടല്ലേടാ മീശയും താടിയൊന്നും ഇല്ലാത്തൊരു പൂക്കിനെ ഞാൻ കല്യാണം കഴിച്ചത്. കല്യാണം കഴിച്ചിട്ട് ഇത്ര വർഷമായിട്ട് മൂക്കിന് താഴെ 2 രോമം പോലും ഇല്ല. ഭർത്താവെന്ന് പറഞ്ഞ് കൊണ്ടു നടക്കാൻ വരെ എനിക്ക് നാണക്കേടാ. എടി പറയുന്നത് ശരിയാണെന്ന് അറിയത്തില്ല. നീ അവനെ ഉപേക്ഷിച്ചവരാണെന്ന് ഞാൻ പൊന്നു പോലെ നീ നോക്കാം. ഇപ്പോഴും ആ മങ്കുടിക്കുന്നല്ലേ താമസിക്കുന്നത്? വീട് മാറ്റിട്ടൊന്നുമില്ലല്ലോ. എടി നീ ഒന്നും മറന്നിട്ടില്ലല്ലേ? ഇപ്പോഴും ആ പഴയ വീട് തന്നെയാ. നീ എന്റെ കൂടെ പോയിരുന്നോ? നീ ഇപ്പോഴും പഠിക്കൊന്നും പോകുന്നില്ലല്ലേ? 4 ഈറ്റക്കമ്പും ടാർപ്പായും വലിച്ചു കെട്ടി അത് വീടാവുകയല്ല. നീ എന്നാടി ഇങ്ങനെയൊക്കെ പറയുന്നു? പിന്നെ എങ്ങനെ പറയണം? അന്ന് അവനെ കെട്ടിയതുകൊണ്ട് ഞാനെങ്കിലും രക്ഷപ്പെട്ടു. മീശയും താടി കിളിക്കാത്തതുകൊണ്ടേ വീട്ടിലെ ഉണ്ണിക്കുട്ടനായിട്ട് അവനെ വളർത്തുന്നത്. 4 നേരം ഭക്ഷണം ഇട്ടു മൂടാൻ കാശ്, പിന്നെ പേരിനൊരു ഭർത്താവ്. അപ്പൊ നീ മുമ്പേ നിന്റെ ജീവിതം ദുരിതാന്ന് പറഞ്ഞോ? അത് പിന്നെ നീ രക്ഷപ്പെട്ടോന്ന് അറിയാൻ വേണ്ടി ഞാനൊരു നമ്പർ ഇട്ടു. രക്ഷപ്പെട്ടില്ലല്ലോ, സമാധാനമായി. ഉണ്ണിക്കുട്ടാ എന്തോ പോകാം.